ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ നല്ല നാടൻ കോഴി, കേരള സ്റ്റൈലിലെ കോഴി പൊരിച്ചത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ബൈൻഡിങ്ങിന് ഞാൻ മുട്ടയും അരിപ്പൊടിയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് നിന്നോളും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ലിസാസ് ഫ്ലേവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നല്ല മൊരിഞ്ഞ് പുറത്തും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേരള നാടൻ ചിക്കൻ ഫ്രൈ, ചിക്കൻ പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുട്ട, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒരു ചിക്കൻ ചെറുതായിട്ട്, അതായത് 1 കിലോയുടെ ചിക്കൻ പീസസ് ചെറുതായിട്ട് മുറിച്ചത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരെണ്ണം, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടെ അരച്ച പേസ്റ്റാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് 2 ടേബിൾ സ്പൂൺ, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും വേണം. അത് ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നല്ല ഒരു നാടൻ കോഴി പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ മുളക് പൊടി ഫുൾ ആഡ് ചെയ്യുക. പെപ്പർ, ഇതൊക്കെ അവരവരുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ ഒരു മുട്ട, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അരിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണേ. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. കോഴി പൊരിച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഒരു കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഇരുന്നിട്ടുണ്ട് ഈ മാരിനേഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് ആ എണ്ണയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് എണ്ണയിൽ ഓരോ പീസ് ഇട്ടിട്ട് നല്ല ഹൈ ഹീറ്റിൽ ആദ്യം ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തീ കുറച്ച് ഒരെണ്ണം ഇട്ട് നോക്കാം, ഒന്നും കൂടെ ചൂടാവാനുണ്ട്. ആദ്യം നല്ല ഹൈ ഹീറ്റിലിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇതിന് 2 സൈഡും നല്ല മൊരിഞ്ഞ് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഓരോ പീസസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് വറുക്കാനായിട്ട് ഇടും. ഇത് പിള്ളേർക്ക് നല്ല ഇഷ്ടമാവുന്നൊരു ഡിഷാണ്. ചിക്കൻ വറുത്തതും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് പല ടൈപ്പ് ഓഫ് ചിക്കൻ ഫ്രൈസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ പെരിഞ്ചീരകം, പെപ്പർ, മുളക്, അത് മാത്രമേ നമ്മൾ സ്പൈസസ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ബാക്കി ഗരം മസാലയോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ചിക്കൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മസാലാസ് കുറച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പറ്റുന്നവർ ട്രൈ നോക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ തീ ഒന്ന് മീഡിയം ഹീറ്റിലാക്കിയിട്ട് 2 സൈഡും നല്ല ബ്രൗൺ ആയിട്ട് വറുത്ത് പോരാം. ഇപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാം, ഇറച്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ കിച്ചണിൻ്റെ ആകെ നല്ല ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ല്, കോഴി ഇങ്ങനെ പൊരിച്ച് വരുന്ന സ്മെല്ലുണ്ട്. ഇനി കറിവേപ്പിലയും തേങ്ങാക്കൊത്തൊക്കെ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ വാങ്ങാൻ പോവുക, ഇതൊന്ന് എടുക്കാൻ പോകുക. ഇതിപ്പോൾ ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. ഒരു സ്ട്രെയിനറിലോട്ട് ഇത് മാറ്റണം. സ്ട്രെയിനറിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ആ ചിക്കൻ പൊരിച്ചതിൻ്റെ ചിക്കനൊക്കെ മാറ്റി ആ എണ്ണയും കുറച്ച് മാറ്റി അതിന് ബാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇപ്പോൾ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മൊരിയിച്ച് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ആ മസാല നിങ്ങൾക്കിപ്പോൾ കാണാം. ഞാൻ ആ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പ്ലേറ്റിൽ തന്നെ ഇട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് അതിനകത്ത് കുറച്ച് മസാല ഉണ്ടായിരുന്നത് അങ്ങോട്ട് ഈ ഉള്ളിയിലും തേങ്ങാക്കൊത്തിലും പിടിച്ചിട്ടുണ്ട്. അതാണ് എണ്ണയിൽ ഇങ്ങനെ നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം.
എല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങാക്കൊത്തും സവോളയൊക്കെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. എന്നിട്ട് ക്യാരറ്റ് ഒന്നും അങ്ങനെ ആദ്യമൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ ചൂടി തന്നെ ഇരുന്ന് ഒന്ന് ക്രിസ്പായി കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വറുത്ത ചിക്കനും കൂടെ പൊരിച്ച് നമ്മുടെ കോഴിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആ ക്യാരറ്റും കറിവേപ്പിലയും എല്ലാം അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് വെച്ച ചിക്കൻ, ആ പൊടിയൊന്നും നഷ്ടപ്പെടുത്തരുത്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം. ഉണ്ടോ, നമ്മുടെ നാടൻ കോഴി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലേവേഴ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിത് സെർവ് ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം.